എല്ലാവർക്കും ഹായ്. ഒരുപാട് നാളുകളായി ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വിവാഹത്തിൻ്റെ ഞാനും ദൃശ്യം തമ്മിലുള്ള വിവാഹത്തിലേക്ക് എത്തിപ്പെട്ട ആ ഒരു കഥയുടെ 7ാമത്തെ ഭാഗമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 6ാം ഭാഗത്തിൻ്റെ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദൃശ്യം ഞാനും തമ്മിലുള്ള ആ ഒരു ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും എടുത്തപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ മാമനും ആ കാര്യങ്ങളിലേക്ക് ഞങ്ങളൊപ്പം നിൽക്കാമെന്നും പറഞ്ഞു. ഇനി ഞങ്ങളുടെ വിവാഹം തന്നെയാണ് അടുത്തൊരു കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞുറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എളനാടുള്ളവർ, അതായത് ദൃശ്യയുടെ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞത്. എൻ്റെ രാകേഷിൻ്റെ ഉറപ്പിച്ചിട്ടുള്ള വിവാഹം തടസ്സമാവാനുള്ളതിൻ്റെ കാരണം, വിവാഹം നിന്നു പോകാനുള്ളതിൻ്റെ കാരണം ദൃശ്യയാണ് എന്നുള്ളതാണ്. എല്ലാവരും പൊതുവെ നാട്ടുകാരായാലും ഇളനാട്ടുകാർ എൻ്റെ ആ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരും അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞപ്പോൾ അതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ കുടുംബത്തിലുള്ള കുട്ടിയാണോ, അതായത് ദൃശ്യകാരനാണോ രാകേഷിൻ്റെ ജീവിതം ഇങ്ങനെ ആ ഒരു കല്യാണ കാര്യങ്ങൾ ഇങ്ങനെ നിന്ന് പോയത് എന്നുള്ളത് അറിയാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ലാസ്റ്റ് തീരുമാനത്തിലേക്ക് എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് എന്നെ ദൃശ്യയുടെ റിലേഷനിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, രാകേഷ് നീ എവിടെയാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ തൃശ്ശൂർ അത്തണി ഭാഗത്താണ്, ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിലാണ്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലുണ്ട്. രാകേഷ് എത്രയും പെട്ടെന്ന് വരണം, കാരണം ഈ ഒരു വിവാഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ദൃശ്യയുടെ അമ്മയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. രാകേഷ് ഇവിടെ വരണം, നേരിട്ട് സംസാരിച്ച് ഇതിനുള്ള ഒരു കാര്യങ്ങൾ തീരുമാനമാക്കിയിട്ട് ഒരു ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ വരാമെന്ന് പറഞ്ഞ അങ്ങനെ ഞാനും എൻ്റെ ഇവിടുന്ന് അച്ഛനും എൻ്റെ ഇവിടുന്ന് മാമനും എൻ്റെ അനിയനും ഞാനിവിടുന്ന് അങ്ങനെ ഇളനാട്ടിലേക്ക് പോകണം. അവിടെ അച്ഛനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടിയിട്ട് ഞാൻ മാമനും കൂട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങനെ പോയി അവിടെ ചെന്ന്. അപ്പോൾ ദൃശ്യം എത്ര മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും ഏകദേശം കാലത്ത് വന്നു? 10-11 മണിയോട് കൂടി ഞാനും അമ്മയും കൂടി അവിടെ എത്തി. അപ്പം ഉണ്ടായിരുന്നോ? അപ്പില്ല. നിങ്ങൾ ആരെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്? വല്യമ്മ, അതായത് വല്യച്ഛൻ്റെ ഭാര്യ, ഇളനാട്ടിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ വരണം, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, അവിടെ ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, മെരട്ട് എന്തെങ്കിലും ചെയ്തോ? അതായത് ഇന്നത് പറയണമെന്നോ, അല്ലെങ്കിൽ അവൻ വരുമ്പോൾ ഇങ്ങനെ പറയണം, അല്ലെങ്കിൽ അവനോട് ഇങ്ങനെ പറയണം, ചതിക്കണമെന്നോ ചതിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? അങ്ങനെ ഉണ്ടെന്നൊന്നും പറയരുത്, ഇല്ലാന്ന് പറയണം, എങ്ങനെയുണ്ടെന്ന് ഇഷ്ടമുണ്ടെന്നൊന്നും പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു വല്യമ്മ. അങ്ങനെ ഉണ്ടെങ്കിലും അത് ഇവിടെ വെച്ച് പറയരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് ദൃശ്യയുടെ അടുത്ത് അവിടെ നിന്ന് അവർ ആദ്യം തന്നെ, രാകേഷ് അവിടെ എത്തണേലും മുന്നേ തന്നെ ദൃശ്യയുടെ അടുത്ത് അവർ ക്ലാസ് കൊടുത്തു. ഇനി അഥവാ അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിലും കൂടിയിട്ട് അങ്ങനെ പറയരുത്, ആ ഒരു ബന്ധം നമുക്ക് വേണ്ട, അത് ശരിയാവില്ല, അവൻ ജാതി വേറെയാണ്, അവൻ താഴ്ന്ന ജാതിയാണ്, അല്ലേ, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവൻ കള്ളുകുടിയനാണ്, എന്താ കുറെ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ടില്ലേ? അവന് വേറെ പെണ്ണുങ്ങളായിട്ട് ഇതുണ്ട്, അങ്ങനെ ഇങ്ങനെ കുറെ നെഗറ്റീവ് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ അവരുടെ കുടുംബത്തെക്കാൾ അപ്പുറത്തെ അയൽവക്കക്കാരാണ് പറഞ്ഞതല്ലേ, അല്ലേ? അപ്പോൾ അവിടെ അയൽവക്കം എന്ന് പറയണത് ഇവരുടെ ഫാമിലിയായിട്ട് അത്രയും ഡീപ്പായി നിൽക്കുന്ന ഒരു ഫാമിലിയാണ് പറഞ്ഞത്. ഇങ്ങനെ ദൃശ്യയുടെ അടുത്ത് അവനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ അങ്ങനെ സമയം കളഞ്ഞില്ല, ഞാനും എൻ്റെ മാമനും കൂടി ഞാൻ അവിടെ എത്തിയപ്പോൾ കുറച്ച് പേര് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നൊരു 4 വീട് അപ്പുറത്താണ് ഇവർ മധ്യസ്ഥ വെച്ചിരിക്കുന്നത്, അതായത് ഇവളുടെ വല്യച്ഛൻ്റെ വീട്ടിൽ. ചെന്നപ്പോൾ ഇവരെല്ലാവരും കൂടി ആദ്യം എന്നോട് ചോദിച്ചു, രാകേഷ് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, കയറി ഇരിക്കൂ പറഞ്ഞു. എൻ്റെ അടുത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ആദ്യം തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇരിക്കണില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. കാരണം എൻ്റെ ഒരു നല്ലൊരു ജീവിതം ഇപ്പോൾ തൊലഞ്ഞിട്ട് നിൽക്കണത്, എനിക്കൊരു വിവാഹം ഏകദേശം കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് എൻ്റെ അത്രയും പൈസയും പോയിക്കൊണ്ടുള്ള അവസ്ഥയിലാണ് നിൽക്കണത്. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും അതിന് തടസ്സമാവരുത് എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞത്. അപ്പം തന്നെ ദൃശ്യയുടെ അമ്മ വീടിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഒരു വൃത്തികെട്ട വർത്താനത്തിൽ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴും ഈ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായ എന്നുള്ള വർത്താനത്തിൽ തന്നെയാണ്. എന്താടാ നായെ, നീ എന്താണ് നീ ഉദ്ദേശിക്കണം, നീ എന്താടാ, നീ ആരാടാ, നീ എപ്പോഴാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഇവിടെ ഉണ്ടായൊരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങളുടെ മകളെ അങ്ങോട്ട് വിളിക്കുക പറഞ്ഞു. അതായത് ദൃശ്യനെ ഞങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ദൃശ്യനെ വിളിച്ചപ്പോൾ ദൃശ്യം വന്നപ്പോൾ തന്നെ എത്രയും തിരക്കിലാണെങ്കിലും അത്ര ആളുകൾ എല്ലാവരും ചോദിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട്
ദൃശ്യം അപ്പം തന്നെ എന്നെ കണ്ടപ്പോൾ ചിരിച്ചു. ഒരു പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴും ദൃശ്യം എന്നെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു. ദൃശ്യം എന്നെ കണ്ടിട്ട് ചിരിച്ചപ്പോൾ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദൃശ്യ ചേട്ടൻ ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. നീ ഒന്നും ചോദിക്കണ്ട പറഞ്ഞു. ആര്? ഇവളുടെ അമ്മ. നീ ഒന്നും ചോദിക്കണ്ട, ഇവിടെ സംസാരിക്കാനും താല്പര്യമില്ല, ഒന്നുമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, കാരണം ഇവിടെ വിളിച്ച് എല്ലാവരും കൂടിയിരിക്കുന്നത് എൻ്റെ വിവാഹം തടസ്സപ്പെടുത്തിയത് ദൃശ്യമാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കൂടിയേക്കണത്. എൻ്റെ ഭാഗത്ത് നിന്ന് ഇതാ എൻ്റെ അച്ഛനും എൻ്റെ മാമനും എൻ്റെ അച്ഛൻ്റെ അനിയൻ, അവിടെ ഒരു പാപ്പനും ഉണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്ര പേരുള്ളൂ. നിങ്ങളുടെ തറവാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏട്ടനും അനിയനും വല്യച്ഛനും മാമനും പാപ്പനും, അതുപോലെ എല്ലാവരും അവരുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചൊരൊറ്റ കാര്യം, അതായത് എനിക്ക് ചോദിക്കണം, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പറഞ്ഞു. അപ്പോൾ അവർ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് സമ്മതം തന്നു. അതായത് അവരുടെ കുടുംബത്തിൽ വല്യച്ഛൻ്റെ മോൻ, എൻ്റെ സുഹൃത്ത്, ആളെ എൻ്റെ ബാല്യകാല സുഹൃത്ത്, ആൾ പറഞ്ഞു അതില്ല, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണം, അവൻ ചോദിക്കട്ടെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതാ പറഞ്ഞത്. ഞാൻ അവളങ്ങോട്ട് മാറ്റിയിരുത്തി ദൃശ്യനെ. ദൃശ്യം ഒന്നും കൂടെ നിൽക്ക്. ഞാൻ പറഞ്ഞു എൻ്റെ വിവാഹ ജീവിതം, അതായത് ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചു വെച്ചിട്ടുള്ള എൻ്റെ കല്യാണം ഇപ്പോൾ നിന്നിരിക്കുകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് എൻ്റെ അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു. എൻ്റെ അനിയൻ അതിലും മുന്നേ, എൻ്റെ അമ്മ മരണം വിടുന്നതിലും മുന്നേ വിവാഹം കഴിച്ചു. ചേട്ടനൊരു ജീവിതം വേണമെന്ന് പറഞ്ഞുകൊണ്ട്, എനിക്കൊരു തുണ വേണമെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിവാഹം നിൽക്കാനുള്ളതിൻ്റെ കാരണം ദൃശ്യ എന്ന നീയാണോ അല്ലേ എന്നുള്ളത് മാത്രം കൂടെ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു, ഉത്തരം പറയുന്നു പറഞ്ഞിട്ട് എൻ്റെ പാപ്പനൊക്കെ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ദൃശ്യം ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല, നിന്നെ തല്ലില്ല, നീ കൃത്യമായ ഉത്തരം പറയണം പറഞ്ഞു. അപ്പോൾ ദൃശ്യ പറഞ്ഞു ഞാനാണ് ചേട്ടൻ്റെ വിവാഹം മുടക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ദൃശ്യനെ എന്താ പറയുക, ഒറ്റ അടിയാണ്. അതായത് പറഞ്ഞതും ദൃശ്യനെ അടിച്ചത് ആരാന്നറിയാം? ദൃശ്യക്ക് ആരാ? അല്ല, പേരല്ല നമ്മൾ പറയണത്. ദൃശ്യയുടെ വകുപ്പിലൊരു വല്യമ്മയാണ്. വല്യമ്മ ഒറ്റ അടി അടിച്ചു. ദൃശ്യനെ അടിച്ചു. ഞാൻ പറഞ്ഞു ആ കുട്ടീനെ തുടരുത്, ആ കുട്ടീനെ ഉപദ്രവിക്കരുത്, കാരണം അത് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അതിനെ തല്ലി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളകത്ത് കൊണ്ടുവരും പറഞ്ഞു കഴിഞ്ഞത്. പിന്നെ അവിടെ നിന്ന് ഉന്തും തള്ളായി എന്നെ കോളർമ പിടിച്ചു. അവരുടെ ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് എൻ്റെ കോളർമ പിടിച്ചിട്ട് എന്നെ തള്ളി. ഞാൻ വീഴാൻ പോയി. ഞാൻ റോട്ടിലേക്ക് വന്നു, എല്ലാവരും പിടിച്ച് തള്ളി. അപ്പോൾ ഞാൻ ദൃശ്യയുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് പറഞ്ഞു ദൃശ്യ നീ പേടിക്കണ്ട, ചേട്ടൻ ഇവിടെ പുറത്തുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല കേട്ടാ, ഇവരൊന്നും കൂട്ടിയാൽ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരും എന്നെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്, കൈ പിടിക്കുന്നുണ്ട്, കാല് പിടിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്. അപ്പം എന്നെ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അതിലൊരാളെങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു വിട്ടോ, ശരിക്ക് എൻ്റെ ഇത് കിട്ടും, കാരണം എൻ്റെ എല്ലാം പോയിട്ട് നിൽക്കണത്, ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, ഞാൻ ഇട്ടിച്ച് പൊളിക്കും പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഒരു സിനിമ സ്റ്റൈലിൽ ഞാൻ പറഞ്ഞു. എൻ്റെ ലൈഫിൽ ആദ്യത്തെ അലമ്പാണത് പറഞ്ഞത്. അവർ എന്ത് ചെയ്യുന്നു കൊണ്ട് അവരും മുന്തും തള്ളും. അപ്പോഴേക്കും എല്ലാവരും വന്ന് പിടിച്ച് മാറ്റി എന്നെയൊക്കെ വലിച്ച് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. അവരവരുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാവരും, അതായത് അവിടെ നിന്ന് കണ്ടിട്ടുള്ള നാട്ടുകാർ മുഴുവൻ പറഞ്ഞു ആ കുട്ടീനെ അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു, ആ കുട്ടിക്ക് നിന്നോട് നല്ല സ്നേഹമുണ്ട്, ആ കുട്ടീനെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് കല്യാണം കഴിക്കും, അല്ലാണ്ട് വേറെ വർത്താനം അതിലില്ല പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ ജയിക്കാനോ തോൽപ്പിക്കാനോ ഒന്നല്ല, അവൾ ചെയ്ത കാര്യം അവൾ തന്നെ അത് തുറന്നു പറഞ്ഞു. ഞാനൊരൊറ്റ ചോദ്യമല്ലേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ വിശേഷങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ആ കുട്ടി ഇത്രയും പേര് കാലത്തൊട്ട് ക്യാൻവാസ് ചെയ്ത് വെച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സിലുള്ള, അതായത് ദൃശ്യയുടെ മനസ്സിലുള്ള കാര്യം ദൃശ്യ തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ദൃശ്യയുടെ ആൾക്കാർ 2 പേര്, വല്യച്ഛൻ്റെ മോനും വേറൊരാളും കൂടി ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പാപ്പനും കൂടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, രാകേഷ് ഒന്ന് സംസാരിക്കാണ്ട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു അലമ്പനും നിൽക്കണ്ട, കാര്യങ്ങൾ സംസാരിക്കുക പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നിന്നു. എന്താ കേട്ടോ ആവശ്യം? കളു പറഞ്ഞു അതേ, ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബന്ധം ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങൾ ഇറക്കി തരില്ല, ഞങ്ങൾ തരില്ല, അത് നീ വിചാരിക്കും വേണ്ട. പക്ഷെ നിൻ്റെ വിവാഹ ബന്ധം ഇപ്പോൾ ഇവിടെ മുറിഞ്ഞിട്ടാണ് നിൽക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ വരികയാണെങ്കിൽ നീ എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ജീവിച്ചോ, അതായത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഞങ്ങൾ ഒന്നിൽക്കില്ല എന്ന് പറഞ്ഞവർ.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബന്ധത്തിനും ഇല്ല, ബന്ധം മുറിക്കാനും ഇല്ല എന്നും പറഞ്ഞു, അലമ്പിനും ഇല്ല, ഞങ്ങൾ ഇതിവിടെ അവസാനിക്കുക പറഞ്ഞിട്ട് അവരവിടെ അവസാനിപ്പിച്ചു. ദൃശ്യയുടെ അമ്മയും എപ്പോഴാണ് അവിടുന്ന് പോയിന്ന് എനിക്കറിയില്ല. എത്ര മണിക്കാണ് പിന്നെ അവിടുന്ന് പോയത്? 4 മണിക്ക്. നിങ്ങൾ 4 മണിയാകുമ്പോൾ പോയില്ല? എങ്ങനെ ബസ്സിൽ തന്നെ അവിടുന്ന് പോയില്ലേ? പോകുമ്പോൾ എന്താ പറഞ്ഞേ അമ്മ? എവിടെ പോയിട്ട്? വീട്ടില് വല്യമ്മയുടെ ഊരകം പോയിട്ട് വല്യമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് പിന്നെ എന്താ പറഞ്ഞേ? അല്ല, അങ്ങനെ കാര്യങ്ങള് പറയാ, അങ്ങനെയൊന്നും വേണ്ട, ഇവള് നമ്മളെ ചതിച്ചു, അങ്ങനെയൊക്കെ വല്യമ്മ അടുത്ത് പറയും. അപ്പൊ നീ എന്താ പറഞ്ഞേ? ചതിച്ചോന്നല്ല, അതൊക്കെ അറിയണതല്ല അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ ഫൈറ്റ് ചെയ്ത് നിന്നു. അല്ല, ഇവിടെ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൃശ്യ എന്നെ പ്രണയിച്ചിട്ടില്ല, ഞാൻ ദൃശ്യനും പ്രണയിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, ദൃശ്യക്ക് എന്നോടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പുണ്ട്. ദൃശ്യക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്. ഇന്നിപ്പം 2 മക്കളുടെ അമ്മയായിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. ഒന്നും എല്ലാം ഉണ്ടായിരുന്ന ദൃശ്യയുടെ ഒരു ഫാമിലിയിൽ നിന്ന് ദൃശ്യ എല്ലാം വിട്ടുപോയിട്ട് ദൃശ്യയുടെ അമ്മ എല്ലാം മറ്റൊരാൾക്ക് വിറ്റ് അവരെ ഒന്നുമില്ലാതെ അവരുടെ നാട്ടിൽ കോയമ്പത്തൂർ പോയി താമസിച്ച ആള് ഇന്ന് ദൃശ്യക്ക് ഇരിക്കാൻ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു വീടാണെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കൊണ്ട് അത് സാധിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഞങ്ങൾ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ എല്ലാവരും കൂടി ആ ഒരു സംസാരത്തിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലിരുന്നിട്ട് ഞാൻ എൻ്റെ അച്ഛനും പാപ്പന്മാരും കൂടി സംസാരിച്ചു. എന്താ വെച്ചാൽ മാമനൊക്കെ ആയിട്ട് സംസാരിച്ച് ഇനി ആ കുട്ടിയുടെ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കോള് വരാതെ ഇവിടുന്ന് എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ ഞങ്ങൾ തീരുമാനം എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വിളിക്കില്ല. ആ കുട്ടി ഞാൻ വിളിക്കണ വിളിയിൽ എന്താ തീരുമാനം വെച്ചാൽ ചോദിച്ചറിയാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു കാര്യം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ദൃശ്യ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ദൃശ്യ ഇനി വേറൊരു കാര്യമൊന്നുമില്ല. ദൃശ്യ ഇപ്പോൾ എവിടെ നിന്ന് വിളിച്ചേക്കണമെന്ന് എനിക്കറിയില്ല, ആ നമ്പറൊന്നും എൻ്റെ അടുത്ത് സേവ് അല്ല. ദൃശ്യ കസിൻ്റെ ഫോണെന്നോ ആരുടെ ഫോണെന്നോ ഒന്നും എനിക്ക് വിളിച്ചെന്ന് എനിക്കറിയില്ല, അത് പറയുന്നില്ല. ദൃശ്യ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൃശ്യ ഇനി വേറെ വർത്താനില്ല, എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ കൂടെ വരിക, ഞാൻ നിന്നെ കൊണ്ടുപോയി കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങൾ എവിടെ വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി അന്വേഷിച്ചറിഞ്ഞു, എവിടെയെങ്കിലും ഏത് അമ്പലത്തിലാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യുക, ഒരു വിവാഹ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഭയങ്കരമായിട്ടുള്ള അവരുടേതായ ഫോർമാലിറ്റീസ് ഉണ്ട്, ചില അമ്പലങ്ങളിൽ പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഫുൾ ആൾക്കാരുണ്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന്, അതായത് ദൃശ്യയുടെ വീട്ടിൽ നിന്ന് മാത്രം ആൾക്കാരുണ്ടാവില്ല, എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരിക്കും. എൻ്റെ അച്ഛനുണ്ടാവും, എൻ്റെ മാമനുണ്ടാവും, എൻ്റെ അനിയനൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിവാഹമാണെന്നുള്ള നിലയിൽ ഞാൻ എല്ലാവരോടും പോയി അന്വേഷിച്ചു, ക്ഷേത്രങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ വിവാഹം പിന്നെ ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നുകുളത്ത് എൻ്റെ അച്ഛൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ള 2ാമത്തെ അമ്മയുടെ വീട്ടിൽ കുന്നുകുളം പഴഞ്ഞിമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തു വെച്ചത്. അങ്ങനെ എല്ലാ തയ്യാറെടുപ്പും വരുത്തി ഞാൻ ചെറിയൊരു താലി ദൃശ്യക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ജ്വല്ലറിയിൽ പോയിട്ട് എടുത്തു. അതൊരു മഞ്ഞച്ചരടൽ കെട്ടാനുള്ള ഒരു ഇതിൽ മറ്റെല്ലാ കാര്യങ്ങളും അപ്പം തന്നെ പിറ്റേ ദിവസം രജിസ്ട്രേഷൻ ചെയ്താൽ അത് രജിസ്ട്രേഷൻ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തരാമെന്നുള്ള നിലയിൽ അങ്ങനെ കുന്നുംകുളം പഞ്ചായത്തിൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ഇനി അടുത്തത് ദൃശ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ദൃശ്യം നിൽക്കുന്ന സ്ഥലം ഊരകത്താണ്, ഇരിഞ്ഞാലക്കുട അടുത്തുള്ള സ്ഥലം ഊരകം എന്ന് പറഞ്ഞാൽ ദൃശ്യയുടെ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ടുള്ള പരിചയമൊന്നുമില്ല, എനിക്ക് സ്ഥലം വല്യമ്മയുടെ വീടൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഊരകം എനിക്കറിയാം, ആ വഴി കൂടെ ഒക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ഊരകം സെൻറ്ററിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലാണ് ഇവർ താമസിക്കണം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ദൃശ്യയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ഛനും ചെറിയമ്മയും, അതായത് അച്ഛൻ്റെ ഇപ്പോഴത്തെ ഭാര്യയും അവരുടെ ആങ്ങളുടെ മോനും കൂടിയിട്ട് ഞാനും ആങ്ങളുടെ മോനും കൂടിയിട്ട് 2 വീലറിൽ, ഇവർ ഓട്ടോറിക്ഷയിലും. അങ്ങനെ ഡ്രൈവർ ചേട്ടനും ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് പോലെയുള്ള ഒരു ചേട്ടനാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ വൈകിട്ട് ഒരു 12:30-1 മണിയായപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ കടന്നിട്ട് ഊരകം എന്ന് പറയുന്ന സെൻറ്ററിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക്, ഇവരെല്ലാവരും ഇവിടെ നിർത്തിയിട്ട് ഊരക സെൻറ്ററിൽ നിർത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ദൃശ്യനെ വിളിച്ച് ദൃശ്യം എവിടെയാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു ചുറ്റുപാടിൽ ഞാൻ അന്വേഷിച്ച് ഇരട്ടത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു 12:30-1 മണി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഉറങ്ങിയ സമയമായിരിക്കണം. അപ്പം ഞാൻ ആ റോഡിൻ്റെ നടുവിൽ കൂടെ അങ്ങനെ പോയി. ഞാൻ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് അടിച്ചു കൊടുത്തു. ദൃശ്യം അവിടെ നിന്ന് ബാഗ് എടുത്തിട്ട് എൻ്റെ വണ്ടിയിൽ വന്ന് കയറി. ഞങ്ങൾ നേരെ കുന്നുംകുളം ഊരകത്ത് നിന്ന് നേരെ കുന്നുംകുളം വീട്ടിൽ പോയി. മറ്റുള്ള
നേരെ പിറ്റേ ദിവസം അമ്പലത്തിലേക്കുള്ള കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ പുലർച്ചെ ആയി അപ്പോഴേക്കും ഞങ്ങൾക്ക് ഏകദേശം 2 മണി 1 മണിയൊക്കെ ആയി. പിന്നെ ആ ഫോൺ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ പുലർച്ചെ ഒരു 1:30 2 മണിയൊക്കെ ഞങ്ങൾ ഒരു 2:30 ആയി ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ, കുന്നുങ്ങളെത്തുമ്പോൾ. അങ്ങനെ 2:30ക്ക് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, പിറ്റേ ദിവസത്തേക്കുള്ള ഞങ്ങൾ സാമ്പാർ കഷ്ണം നമ്മൾ ഒരുമിച്ച് നുറുക്കിയതല്ലേ. ദൃശ്യ കാബേജ് അരിയണു, ഞാൻ അടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പിറ്റേ ദിവസം സദ്യ ഉണ്ട്. കാരണം എൻ്റെ ഒരുവിധം എല്ലാ ആൾക്കാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടുകാരെ എല്ലാവരും വിളിച്ചിട്ടില്ല, മാമൻ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ, അതായത് ഈ ചെറിയമ്മയുടെ വീട്ടിൽ തന്നെ ഒരുപാട് തറവാട്ടുകാരുണ്ട്. അവിടുത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചു, അയൽവക്കങ്ങളെ വിളിച്ചു. അങ്ങനെ കുറച്ച് പേരൊക്കെ വിളിച്ച് ഞങ്ങളവിടെ അമ്പലത്തിൽ പിറ്റേ ദിവസം ഒരു 9:30-10 മണിയുടെ ഉള്ളിൽ നല്ലൊരു മുഹൂർത്തം നോക്കിയിട്ട് ഞങ്ങൾ താലി കെട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ സദ്യവട്ടമൊക്കെ കഴിച്ച് ഞങ്ങളൊരു കല്യാണം പോലെ ഞങ്ങളവിടെ ചെറിയൊരു കല്യാണം തന്നെ ഞങ്ങൾ നടത്തി ഇരുന്ന് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഇതേപോലെ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു ഫോൺ വന്നു. ഊരകം പോലീസ് സ്റ്റേഷന് ഫോൺ വന്നു. ഊരകല്ല, ചേർപ്പ് പോലീസ് സ്റ്റേഷനല്ലേ. ചേർപ്പ് പോലീസ് സ്റ്റേഷനാണ്, ഊരകം അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ. ചേർപ്പ് സ്റ്റേഷനിൽ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നമസ്കാരമുണ്ട്, ഞാൻ പോലീസാണ്, ചേർപ്പ് സ്റ്റേഷനിൽ നിന്നാണ്. രാകേഷ് അല്ലേ? അതെ സാർ, എന്താ വെച്ചു? ആൾ പറഞ്ഞു, അങ്ങനെ ദൃശ്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടീനെ മിസ്സിങ് ആയിട്ട് ഒരു പരാതി വന്നിട്ടുണ്ട്. ദൃശ്യ എന്ന് പറഞ്ഞ ആളുടെ അമ്മ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട്, താങ്കളുടെ ഫോൺ നമ്പറിലാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു, യെസ്, ഞാൻ ദൃശ്യ എൻ്റെ അടുത്തുണ്ട്, കൊടുക്കാൻ പറഞ്ഞു. ദൃശ്യക്ക് കൊടുത്തു. മോളെ എവിടെയാണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കുന്നുകുളത്താണ് പറഞ്ഞു. അപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എന്താ അവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിഞ്ഞു പറഞ്ഞു ദൃശ്യ. ഞങ്ങൾ വിവാഹം കഴിഞ്ഞു, എൻ്റെ ചേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, രാകേഷ്. കാലത്തായിരുന്നു ഞങ്ങൾ വിവാഹം, 9:30ക്ക് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, നിങ്ങൾ സേഫ് അല്ലേ? സേഫാണ് പറഞ്ഞു ദൃശ്യ. അപ്പോൾ പറഞ്ഞു, നാളെ ഇനിയിപ്പോൾ ഈ നേരമായില്ലേ, നാളെ ഒരു 9 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാവണം പറഞ്ഞു. അപ്പോൾ ദൃശ്യ പറഞ്ഞു, ഞാൻ വരില്ല സാറേ, എനിക്ക് അങ്ങോട്ട് വരാൻ തീരെ താല്പര്യമില്ല, അമ്മയുടെ പരാതിയാണെങ്കിൽ അത് ചുരുട്ടി കൂട്ടി കളഞ്ഞോളം പറഞ്ഞു. അപ്പം ഞാൻ അപ്പോൾ തന്നെ ഫോൺ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ കുട്ടി അവൾ ദേഷ്യത്തിലാണ്, ഞാൻ വരാം, നാളെ 9 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പോൾ രാകേഷ് പറഞ്ഞ പോലെ അവളെ കൂട്ടിയിട്ടൊന്ന് വരണം കേട്ടോ പറഞ്ഞു. ഓക്കെ സാറേ, ഞാൻ വരാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം 9 മണിക്ക് ഞാൻ ദൃശ്യയെ കൂട്ടിയിട്ട് ഊരക സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ SI ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദൃശ്യയുടെ അമ്മ അവിടെ വരികയുണ്ടായത്. അപ്പം ഇനി ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, അധികം ലെങ്ത് ആക്കണില്ല. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്കുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടന്നു എന്നുള്ളതാണ്. അപ്പോൾ അല്ലേ ദൃശ്യ, നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.